ബീഹാറിലേത് സദ്ഭരണത്തിന്റെയും വികസനത്തിന്റെയും വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിന്റെ വികസനത്തിനായി പ്രവർത്തിക്കും. പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണത്തിന് ജനം തിരിച്ചടി നൽകിയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതിനിടെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു NDA. BJPയിലെ മുതിർന്ന നേതാക്കൾ നിതീഷ് കുമാറുമായി ചർച്ച നടത്തുന്നു. സമ്രാട് ചൌധരി, ലലൻ സിംഗ് എന്നിവർ നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി. വൈകിട്ട് BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന്, വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആദ്യം നമ്മൾ പോകുന്നത് ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, അങ്ങനെ അപ്രതീക്ഷിതമായൊരു വിജയമെന്ന് തന്നെ പറയണം. എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനെ കവച്ചു വെച്ചുകൊണ്ടുള്ളൊരു വിജയമാണ് NDAക്ക് ലഭിച്ചത്. ഇപ്പോൾ അതിൽ തന്നെ JDUവിനും BJPക്കും ഒക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അവസാന ഫലങ്ങളൊക്കെ എപ്പോഴേക്ക്, രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ആകും ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷേ അത് എങ്ങനെയാകും പോകുന്നത് എന്നത് നമുക്കിപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി അല്പസമയം മുൻപ് രാഘോപൂരിൽ നിന്ന് തേജസ്വി യാദവ് 11,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചിട്ടുണ്ട് എന്ന വാർത്തയും നമ്മൾ അറിഞ്ഞതാണ്. ഏറ്റവും ഒടുവിലായി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അടുത്ത സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ NDA കടന്നിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ വസതിയിലേക്ക് പ്രമുഖരായ നേതാക്കൾ എത്തുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. അനുജ, ഈ പൂർണ്ണമായ അന്തിമ ഫലം അറിയാൻ വേണ്ടി ഇനിയും സമയം എടുക്കും എന്നത് വ്യക്തമാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രഖ്യാപനം ഇതോടകം തന്നെ ആയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്ന് ജയിച്ചതാണ്. ആദ്യ ലാപ്പിൽ തേജസ്വി പുറകിൽ പോയതാണ് നമ്മൾ കണ്ടതാണ്. തുടർച്ചയായി പുറകിൽ നിന്ന ശേഷം അവസാന ലാപ്പിൽ തേജസ്വി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് രാഘോപൂരിൽ തേജസ്വി പിടിക്കുന്നത്. ഏതായാലും സർക്കാർ രൂപീകരണം അടക്കമുള്ള ചർച്ചകളിലേക്ക് ഇനിയിപ്പോൾ മുന്നണിക്ക് NDAക്ക് കടക്കാം. അവർക്ക് ഇപ്പോൾ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം, അവർ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ ഭൂരിപക്ഷം എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാം. 200 മുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ വിജയിച്ച് വരികയാണെങ്കിൽ 200 മുകളിൽ സീറ്റുകൾ വിജയിച്ചു വരുന്ന മുന്നണിക്ക് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് അനായാസം കടക്കാം. അവിടെ ഇപ്പോൾ നിതീഷ് കുമാറിന് കൂടുതൽ അധികാരം ഈ കാര്യങ്ങളിലൊക്കെ കിട്ടാൻ പോകുന്നു, കൂടുതൽ അദ്ദേഹത്തിന് ഒരു വോയിസ് കൂടുതൽ വരാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും നിതീഷിന്റെ വാക്കുകൾ കൂടുതലായി കേൾക്കേണ്ടി വരും BJP നേതാക്കൾക്ക്. കഴിഞ്ഞ തവണ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ നിതീഷിനെ മുഖ്യമന്ത്രിയാക്കുകയും 2 ഉപമുഖ്യമന്ത്രിമാരെ BJP വെക്കുകയും ചെയ്ത തരത്തിലുള്ള ഒരു ഫോർമുല ഏതായാലും ഇത്തവണ നിതീഷ് സമ്മതിക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ അത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ സാധ്യതയില്ല. തന്റെ പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ പരമാവധി മെച്ചപ്പെട്ട വകുപ്പുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ഉണ്ടാകും. ബീഹാറാണ് നിതീഷിന്റെ തട്ടകം. അവിടെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന ഒരു നടപടി നിതീഷ് സ്വീകരിക്കാൻ സാധ്യതയില്ല. കിട്ടിയതൊരു സുവർണാവസരം തന്നെയാണ്. ഈ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിയാണ് നിതീഷ് അധികാരത്തിലേക്ക് തിരികെ വരുന്നത്. അതുകൊണ്ട് നിതീഷിന് പ്രായമായെന്നും അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിതീഷ് ക്ഷീണിക്കുകയും അതേസമയം ഒരു ഭൂരിപക്ഷത്തിൽ പോകാനുള്ള ഒരു പിന്തുണ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യുമ്പോൾ അധികാരം BJPയുടെ കയ്യിൽ പൂർണ്ണമായി തന്നെ മുറുകെ നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. നിതീഷും ഒരു വലിയ ശക്തിയായി തന്നെ സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ BJPക്ക് മുകളിൽ ഒരു പറയാനുള്ള ഒരു അധികാരം നിതീഷിന്റെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമ്രാട് ചൌധരി അടക്കമുള്ള ഉപമുഖ്യമന്ത്രിയായിരുന്ന BJPയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ്, താരാപൂരിൽ നിന്ന് ജയിച്ചു വരുന്ന നേതാവാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ നിതീഷിന്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ബീഹാറിൽ എന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി കഴിയും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ തീയതിയാണ് ഏറ്റവും അടുത്ത് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു വിവരം. അന്ന് എല്ലാ മന്ത്രിമാരും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല. എന്നാൽ പോലും അത് എത്ര പേർ സത്യപ്രതിജ്ഞ ചെയ്യണം, ഏതൊക്കെ വകുപ്പുകൾ തീരുമാനമാകണം, അടിയന്തരമായി തീരുമാനമുണ്ടാക്കണം എന്ന കാര്യങ്ങളിലൊക്കെയുള്ള പ്രാഥമികമായ ചർച്ചകൾ ഇപ്പോൾ നടക്കും എന്നത് നമ്മൾ മനസ്സിലാക്കും. ഒപ്പം തന്നെ ഒരു കേർട്ടസി എന്നുള്ള നിലയ്ക്ക് ഈ വലിയ വിജയത്തെക്കുറിച്ചുള്ള ചില സന്തോഷം പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.